ആയുധ വിൽപ്പന രംഗത്ത് അതിശക്തരാരാണെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി നമുക്ക് ഉത്തരം പറയാൻ പറ്റും അത് റഷ്യയാണെന്ന്. പക്ഷെ ഇപ്പോഴിതാ റഷ്യ തോറ്റു പിൻവാങ്ങുന്ന ഒരു കാഴ്ചയാണ് പ്രശാന്ത് സാർ കാണുന്നത്. അവരുടെ ആയുധ വിൽപ്പന രംഗത്ത് അവർക്ക് ഉണ്ടായിരിക്കുന്നത് 98% കുറഞ്ഞു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ പകരം കയറി വരുന്ന മറ്റൊരു രാജ്യം എന്ന് പറയുന്നത് അത് നമ്മളാണ്, ഇന്ത്യയാണ്. ഇന്ത്യ ആയുധ ഉൽപാദന വിൽപ്പന രംഗത്ത് ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ആയുധ രാജാക്കന്മാരായി, ആയുധ വിൽപ്പന രാജാക്കന്മാരായി നമ്മുടെ രാജ്യം ഇന്ത്യ മാറുകയല്ലേ? അതെ അതെ. ഇപ്പം ഈ റഷ്യ യുക്രൈൻ യുദ്ധം 2022 തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ കൊല്ലത്തെ അല്ലെങ്കിൽ ഇപ്പം അവരുടെ ഒരു റിപ്പോർട്ട് തന്നെയാണ് ഒരുപക്ഷെ നീതു പറഞ്ഞത്. 98% റഷ്യയുടെ ആയുധ കയറ്റുമതിയിൽ ഇടിവുണ്ടായിരിക്കുന്നു. അതായത് 16%. അതായത് അവർക്ക് ആയുധം കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ യുദ്ധത്തിലാണ്. അല്ലെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം. അവർക്ക് തന്നെ യുദ്ധം ചെയ്യുന്നതിന് ആയുധം തികയാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. മാത്രവുമല്ല ഇപ്പൊ ഉപരോധങ്ങൾ അവരെ വളരെ കൃത്യമായിട്ട് ബാധിച്ചിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ലോകത്ത് ഏറ്റവും വലിയ രണ്ട് ശക്തികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് റഷ്യ, രണ്ട് അമേരിക്ക. മൂന്നാം സ്ഥാനത്തേക്ക് വേണ്ടിയൊക്കെ മത്സരിക്കുന്നതാണ് ഈ പറയുന്നത് പോലെ ചൈന ഈ വ്യാപാര രംഗത്ത്. കാരണം ഇത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു മേഖലയാണല്ലോ. അപ്പൊ വ്യാപാര രംഗത്തെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയും റഷ്യയും തന്നെയായിരുന്നു. അപ്പം ഇതിനകത്ത് ഇപ്പം കോട്ടം സംഭവിച്ചിരിക്കുന്നു. അപ്പം റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ആയുധം വാങ്ങുന്ന രാജ്യങ്ങളെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഇന്ത്യക്ക് ഉണ്ടാവുന്ന നേട്ടത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. രാജ്യത്തെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ റഷ്യൻ ആയുധം വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയോട് താല്പര്യമില്ലാത്ത രാജ്യം, അതുപോലെ അമേരിക്കയും യൂറോപ്യൻ കൺട്രീസിനും അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ചില രാജ്യങ്ങൾക്ക് ആയുധം കൊടുക്കത്തില്ല. അത്തരത്തിലുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും മേടിക്കും. അമേരിക്കയോട് താല്പര്യമില്ലാത്ത രാജ്യങ്ങൾ റഷ്യയോട് മേടിക്കും. അതുപോലെ തന്നെ ആയുധങ്ങൾ അമേരിക്കയ്ക്ക് കൊടുക്കാൻ താല്പര്യമില്ലാത്ത രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് മേടിക്കും. മൂന്നാമത് ഈ അമേരിക്കയുടെ ആയുധങ്ങളും റഷ്യയുടെ ആയുധങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വില വ്യത്യാസമുണ്ട്. വില വ്യത്യാസത്തെ നോക്കി ആയുധങ്ങൾ മേടിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഈ നാലാമതെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ആയുധങ്ങൾക്ക് നിബന്ധനകൾ ഏറെയാണ്. ഇയാൾ വലിയ ഇതും സപ്പോർട്ടിങ് കുറവാണ്. നിബന്ധന വലിയ നിങ്ങളുടെ ആയുധം ഇന്ന രീതിയിലൊക്കെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇന്നതൊക്കെ നടക്കത്തുള്ളൂ, ഇന്നത് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധങ്ങൾ ഇന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതുണ്ട് എന്നൊക്കെ ഉള്ളത്. പക്ഷെ റഷ്യക്ക് അത്രയും കടുംപിടുത്തമില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും അതിന് ശേഷമുള്ള സഹായം ആ രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് കൂടുതലായിട്ട് വരും. അപ്പം ഇത്തരത്തിൽ പല രീതിയിലും അപ്പം ഇതുപോലെ ഇറാനെ പോലുള്ള രാജ്യങ്ങൾ അറിയാലോ, ഇറാനെ പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത രാജ്യങ്ങളൊക്കെ ഇവിടെ ഈ പറയുന്ന റഷ്യയിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പം ആ രീതിയിലേക്ക് ആയുധങ്ങൾ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന, റഷ്യയിൽ നിന്ന് മാത്രം ആയുധം മേടിക്കാൻ സാധിച്ചിരുന്ന രാജ്യങ്ങൾ ഇനി ആയുധം വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ആയുധത്തിന് ആവശ്യം വരുമ്പോൾ റഷ്യക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ ആ സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ളതും അല്ലെങ്കിൽ വരാൻ പോകുന്നതുമായിട്ടുള്ള രാജ്യം 100% ഇന്ത്യയാണ്. അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. അതാണ് നമ്മുടെ ഇപ്പം ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. ഞാൻ മുമ്പേ ടോപ്പിൽ പറഞ്ഞാൽ ചിലവന്റെയൊക്കെ ജാതകം പലതാണ്. ഈ നരേന്ദ്രമോദിയുടെ ജാതകം, അത് നമ്മുടെ ഇന്ത്യയുടെ ജാതകം, 140 കോടി ജനത്തിന്റെ ജാതകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വന്നാലും പുള്ളിക്ക് പോസിറ്റീവ്. ഈ സിന്ദൂർ എന്ന് പറയുന്ന ആക്രമണം അല്ലെങ്കിൽ ഇവിടെ പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മുടെ തിരിച്ചടി, ആ തിരിച്ചടിക്ക് ശേഷം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ ആയുധങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഡ്രോണുകൾ, നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ മിസൈലുകൾ, അല്ലെങ്കിൽ നമ്മളുടെ ഹെലികോപ്റ്ററുകൾ, എല്ലാ രീതിയിലും അത് ലോകത്തിൽ ഏറ്റവും മികച്ചതായിട്ട് മാറി. അല്ലെങ്കിൽ ഇതിനകത്ത് ഇതിന്റെ ആക്യുറസി അത് വലിയ ലോകത്ത് ചർച്ചയായി. അപ്പം ഇതുവരെ ആയുധങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളുണ്ട്. ഇനി റഷ്യയിൽ നിന്നല്ല ആയുധങ്ങൾ മേടിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളുണ്ട്. ചൈനയിൽ നിന്ന് ആയുധങ്ങൾ മേടിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളുണ്ട്. ഈ ചൈനയിൽ നിന്ന് ആയുധങ്ങൾ മേടിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങൾ കരാറുകൾ റദ്ദ് ചെയ്തു തുടങ്ങി. കാരണം ചൈനയുടെ ആയുധങ്ങൾ മൊത്തം പരാജയമായിരുന്നു. അവിടെ പ്രതിരോധ സംവിധാനങ്ങൾ മൊത്തം പരാജയമായിരുന്നു. ആ യുദ്ധത്തിന് അപ്പൊ ഈ യുദ്ധത്തിനകത്ത് നമ്മളുടെ ആയുധങ്ങൾ മൊത്തം ലോക നിലവാരത്തിലെത്തി. ചൈനയുടെ ആയുധങ്ങൾ, അതുപോലെ തന്നെ ഈ യൂറോപ്യൻ കൺട്രീസ് കൊടുത്തിരുന്ന ആയുധങ്ങൾ, ഡ്രോണുകൾ, അല്ലെങ്കിൽ പൈസ മേടിച്ചിരുന്ന ഈ പറയുന്ന തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഡ്രോണുകൾ, ഏറ്റവും അവസാനം അമേരിക്ക എന്ന് പറയുന്ന F-16 പോയതോടുകൂടി അമേരിക്കയുടെ ആ വിമാനത്തിന്റെ കൂടെ ഉള്ള ഡിമാൻഡോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. അപ്പം ഈ ബാക്കിയുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ ഈ ചൈന ആയുധങ്ങൾ വാങ്ങിച്ചിരുന്ന രാജ്യങ്ങളും റഷ്യയുടെ കയ്യിൽ നിന്ന് മാത്രം നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ആയുധം മേടിച്ചിരുന്ന രാജ്യങ്ങളും
ഒക്കെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആയുധം മേടിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരവസ്ഥയുണ്ട്. മാത്രമല്ല ഇവരെക്കാട്ടിൽ കുറഞ്ഞ വിലയിൽ ആയുധം കൊടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഈ ആയുധം കൊടുത്തതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ആ രാജ്യത്തിന്റെ പുറകിൽ നിന്ന് അതിന്റെ ടെക്നീഷ്യൻസിനെ വെച്ച് ആ രാജ്യത്തെ സഹായിക്കുന്നതിന് വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ കടുംപിടുത്തമില്ലാത്ത ഒരു രാജ്യമാണ്. എല്ലാവർക്കും വിശ്വസിച്ച് സാധനം മേടിക്കാൻ പറ്റുന്ന രാജ്യമാണ്. ഈ അമേരിക്കയും അല്ലെങ്കിൽ ചൈനയും ഒക്കെ ചെയ്യുന്നത് പോലെ ശത്രുവിനും മിത്രത്തിനും ആയുധങ്ങൾ കൊടുക്കുന്ന രാജ്യമല്ല. അപ്പൊ ആ രീതിയിലേക്കുള്ള ആ രീതി വരുമ്പോൾ ആയുധ വ്യാപാര രംഗത്ത് ഈ റഷ്യയുടെ 98% വരുന്ന ആയുധ കയറ്റുമതി കുറഞ്ഞ സ്പേസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്ന രാജ്യം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാവുകയും അപ്പം ആയുധ വ്യാപാര രംഗത്ത് സിന്ദൂറിന് ശേഷം ലോകത്തെ ഏറ്റവും നല്ല ആയുധങ്ങൾ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആയുധങ്ങൾ, വില കുറഞ്ഞ ആയുധങ്ങൾ, ആ തരത്തിൽ ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഡിമാൻഡ് വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് പറഞ്ഞതുപോലെ റഷ്യക്ക് ഈ കാര്യങ്ങൾ സംഭവിക്കാൻ ശേഷം പോയെന്ന് പറഞ്ഞാൽ അധിനിവേശം എന്ന് പറഞ്ഞുകൊണ്ട് യുക്രൈൻ അധിനിവേശം അല്ലെങ്കിൽ യുക്രൈനോട് യുദ്ധത്തിന് അമേരിക്ക ഉൾപ്പെടെയുള്ള ഒരു പേരിട്ടിരിക്കുന്നത് നേരത്തെ അറിയാവുന്ന ഈ ട്രംപിന് മുമ്പുള്ള ബൈഡൻ ഇരുന്ന സമയത്ത് നമ്മൾ സ്റ്റീൽ കൊടുക്കരുതെന്ന് പറഞ്ഞു. നമ്മൾ ഈ പറഞ്ഞതുപോലെ അവരെ സഹായിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ 11 ലക്ഷം കോടി രൂപയുടെ ക്രൂഡ് ഓയിൽ അവർ കൊല്ലം നമ്മുടെ കൺസൈൻമെന്റ് അത് നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതോ യുദ്ധസമയത്ത് ആകപ്പാടെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ സാമ്പത്തികമായിട്ട് പിടിച്ചിരിക്കുന്ന നമ്മുടെ ഈ പൈസയും കൊണ്ടൊക്കെ. അപ്പൊ അവിടെയൊക്കെ കയറ്റുമതി അതുപോലെ നിർത്തിയിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന പോലെ ഈ സാങ്ഷൻസ് ഏർപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് അവരുടെ ആയുധങ്ങൾ ചില രാജ്യങ്ങൾക്ക് മേടിക്കാൻ പറ്റാതെ വരും. ആ ഒരു കുഴപ്പമുണ്ട്. നമ്മളെല്ലാം ഈ സാങ്ഷൻസ് ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഇപ്പോൾ അതിന്റെ പാട്ടിന് ഞങ്ങൾ ഇയാളെന്തോ സാങ്ഷൻ നടത്താനാണ് പറഞ്ഞത്. അപ്പൊ അമേരിക്ക അതൊന്നും മേടിക്കില്ല. അതിനുശേഷം ഈ സ്റ്റീൽ കയറ്റുമതി ഒക്കത്തില്ലെന്ന് പറഞ്ഞു. സ്റ്റീല് ഈ പറയുന്നത് പോലെ റഷ്യയിലേക്ക് കയറ്റുമതി കേട്ടായിരുന്നല്ലോ വാർത്ത. സ്റ്റീലല്ല, പല ചിപ്പുകള്, സ്റ്റീലുകള്, അങ്ങനെ ഇതെല്ലാം ബോംബ് ഉപയോഗിക്കും. അതുകൊണ്ട് കയറ്റുമതി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പല രാജ്യങ്ങളും സ്റ്റീൽ കയറ്റുമതി ചെയ്യുന്നില്ല. നമ്മുടെ കമ്പനി അടുത്തൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ കമ്പനി അടുത്ത് പറഞ്ഞ ഇതേ വാചകം തന്നെ പറഞ്ഞു, കൊച്ചാട്ടം പണി നോക്കി ഞങ്ങൾ കയറ്റുമതി നടത്തും. അപ്പൊ അതേ രീതിയിൽ ബലത്തിൽ പറഞ്ഞ് കയറ്റുമതി നടത്താൻ പറ്റുന്ന രാജ്യം ഇന്ത്യയേ ഉള്ളൂ. അപ്പം ആ അവസ്ഥയിൽ ഇവർക്ക് ചലിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കാരണം സാങ്ഷൻസ് വരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് റഷ്യ നമ്മളെ സഹായിക്കുന്ന ഒരു അവസ്ഥ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൊത്തം ആയുധ നിർമ്മാണം നമ്മളിലേക്ക് പോയി. ഇപ്പൊ തന്നെ SU-57 എന്ന് പറഞ്ഞ് വിമാനം കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അതിന്റെ സോഴ്സ് കോഡുകൾ കൊടുക്കാൻ പറഞ്ഞില്ലേ. അതായത് മൊത്തം അവരുടെ സംവിധാനങ്ങൾ ആയുധം ഇവിടേക്ക് മാറ്റുന്ന ഒരവസ്ഥ. ഈ യുദ്ധം മൂർച്ഛിക്കുകയാണെങ്കിൽ പല ആയുധങ്ങളും ഇന്ത്യയിലേക്ക് നീക്കുന്നതിന് വരെ ആലോചിക്കുന്നുണ്ട്. അതുപോലെ അവിടുത്തെ നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അവരുടെ ടെക്നോളജി ഇവിടെ കൊണ്ടുവന്നത് ബ്രഹ്മോസിന്റെ പുതിയ വേർഷൻ, അതുപോലെ S-500 എല്ലാം നിർമ്മിക്കുന്ന ഇന്ത്യയിലേക്ക് മാറ്റുക. അവർക്കറിയാം ഇന്ത്യ മഹാരാജ്യം ചതിക്കുന്ന രാജ്യമല്ല. അതിനകത്തൊരു ശതമാന കണക്ക് വെച്ചാൽ മതി. ഇപ്പം ഇത് തരുന്നു ഇത്ര ശതമാനം, ആയുധം വിൽക്കുമ്പോൾ ഇത്ര ശതമാനം. അപ്പം ആയുധം വിൽക്കുന്നതിന് ഈ പറയുന്ന സാങ്ഷൻസ് നടക്കത്തില്ല. നമ്മളല്ലേ ആയുധം, നമ്മുടെ ആയുധമല്ലേ, നമ്മുടെ ആയുധം. നമ്മളും റഷ്യയും തമ്മിലുള്ള കരാർ നമ്മൾ അറിഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അവരുടെ ടെക്നോളജി എല്ലാം തന്നിട്ട് ഏറ്റവും മുന്തിയ രീതിയിലുള്ള ആയുധങ്ങൾ മൊത്തം നമ്മൾ ഇവിടെ കൊണ്ടുവച്ച് നിർമ്മിച്ച് നമ്മളുടെ സഹായത്തോടു കൂടി രണ്ട് രാജ്യങ്ങളിൽ കൂടി നിർമ്മിച്ച് അത് വിൽക്കാൻ സാധിക്കും. അതിന്റെ ഒരു ശതമാനം അവർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇതേ രീതിയിലേക്ക് ഒരു തന്ത്രമായിട്ട് റഷ്യ വരുന്നുണ്ട്. അതാണ് കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ തന്നെ വിദേശകാര്യമന്ത്രി ഇവിടെ വരുന്നതിന് ലോകം ഉറ്റുനോക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്ത വന്നല്ലോ. ഇപ്പൊ ഈ യുദ്ധ സമയത്ത് എന്തുകൊണ്ട് വിദേശകാര്യമന്ത്രി ഇവിടെ വന്ന് സംസാരിക്കാൻ നിൽക്കുന്നു റഷ്യയുടെ? അപ്പൊ ഈ രീതിയിലേക്ക് റഷ്യ ഇന്ത്യയെ സഹായിക്കുന്ന രീതിയിലേക്ക് റഷ്യ കളിക്കുന്ന കളിയിലൂടെ അവർക്ക് നഷ്ടപ്പെട്ട സ്പേസ്, അവർക്ക് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു സ്പേസ്, അത് ആയുധ വ്യാപാര രംഗത്ത് ലോകത്തിൽ മത്സരിച്ചു കൊണ്ടിരുന്ന അമേരിക്കയ്ക്കൊപ്പം മത്സരിക്കാൻ പോകുന്ന രാജ്യമായിട്ട് ഇന്ത്യ മഹാരാജ്യം മാറുകയും ഇന്ത്യ ലോകത്തിന്റെ നിറയിലേക്ക് മാറുകയും ആരോടും മത്സരിക്കേണ്ട, ഇന്ത്യയുടെ ആയുധം വേണം എന്ന് പറഞ്ഞ് ലോകരാജ്യങ്ങൾ ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കുമാണ് കാര്യങ്ങൾ. ഇപ്പം തന്നെ നമുക്ക് തായ്വാൻ സാമന്ത രാജ്യമാണ് അപ്പൊ അമേരിക്കയുടെ. തായ്വാൻ അമേരിക്കയുടെ സാധനം മേടിക്കാതെ നമ്മുടെ ആന്റി ഡ്രോൺ സംവിധാനം അവർ മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പം അമേരിക്കയെ മറികടന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളും ഫ്രാൻസ് ഉൾപ്പെടെ, ജർമ്മനി ഉൾപ്പെടെ, ഇതുപോലെ ഈ തായ്വാൻ ഉൾപ്പെടെ പല രാജ്യങ്ങൾ, ചെറിയ ചെറിയ രാജ്യങ്ങൾ അവർക്ക് കഴിയുന്നത് മേടിക്കുന്നു. അപ്പൊ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ ആയുധം മതി, അത് നമുക്ക് സുരക്ഷിതമാണ്, ഇന്ത്യ ചതിക്കത്തില്ല, നമ്മുടെ ശത്രുവിന് ഇന്ത്യ ആയുധം കൊടുക്കത്തില്ല, നമുക്ക് തന്നാൽ നമ്മുടെ ശത്രുവിനോട് കൊടുക്കത്തില്ല. അപ്പൊ എല്ലാ രീതിയിലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യവും, എല്ലാ ആയുധത്തെയും വിശ്വസിക്കാം, രാജ്യത്തെയും വിശ്വസിക്കാം, വിലയും കുറവുണ്ട്, എല്ലാ രീതിയിലും ഇന്ത്യക്ക് വളരെ വലിയൊരു ലോട്ടറി ആയിട്ട് മാറിയിരിക്കുകയാണ്. റഷ്യയുടെ ആയുധ കയറ്റുമതിയുടെ ഇടിവ് സാഹചര്യം ഉണ്ടാക്കി അമേരിക്ക റഷ്യ പ്രതിസന്ധിയിലാക്കുമ്പോൾ റഷ്യയെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ റഷ്യ ഒരുപക്ഷെ അവരുടെ ആയുധ വ്യാപാരം മൊത്തം ഇന്ത്യയിലേക്ക് മറ്റൊരു രീതിയിൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ വെച്ച് നിർമ്മിച്ച് ഇന്ത്യയെ കൊണ്ട് വിൽപ്പിച്ച് അതിന്റെ ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഇന്ത്യ ആയുധ വ്യാപാര രംഗത്തും ലോകത്തിന്റെ നെറുകയിലേക്ക് സംശയമില്ലാതെ കയറിപ്പോകുന്ന ഒരു രീതിയാണ് സിന്ധൂറിന് ശേഷം കാണുന്നത്. അങ്ങനെയാണ് സംഭവിക്കുന്നത്.
എന്തായാലും പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ റഷ്യയുടെ ആയുധ വിൽപ്പന എന്ന് പറയുന്നത് 98% കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ കയറി വരുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നു. ഇന്ത്യ ആയുധ വ്യാപാര രംഗത്ത് ശക്തമായി മാറുന്നു, ഒരു ശക്തിയായി വളരുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒപ്പം രസകരമായ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ റഷ്യക്ക് ഉക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം അവർ നിർമ്മിക്കുന്ന ആയുധങ്ങൾ അവർക്ക് തന്നെ മതിയാകാത്ത ഒരു സ്ഥിതി വിശേഷമാണുള്ളത്. അപ്പോ റഷ്യയുടെ ഒരു യുദ്ധത്തിൽ, ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അതും അവരുടെ ആയുധ വ്യാപാര രംഗത്ത് അവരെ തകർച്ചയിലേക്ക് നയിക്കാൻ കാരണമായി. പക്ഷെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിലൊരു തീരുമാനത്തിലെത്തുകയും വിജയിക്കുകയും ചെയ്തു. ഒപ്പം ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് ലോക രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞതുമാണ് ആയുധ വ്യാപാര രംഗത്ത് ഇന്ത്യ ഒരു ശക്തിയായി വളരാൻ ഇടയായത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.